ആക്ച്വലി ഇതിനൊരു ബിസിനസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളിത് തുടങ്ങാൻ തന്നെ ഒരു കാര്യമുണ്ട്, അതാണ് ഒരു അറിയാം. നീഡുണ്ട്. ഒരു 2.5 ഇയേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പം അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞു കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ട്, സ്പീച്ച് കുറച്ചുണ്ട്. പക്ഷേ ഇതാണ് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ബഹ്റിനിൽ കുറേ കുട്ടികൾ സ്കൂളോ ഇങ്ങനെ ട്രെയിനിങ്ങോ ഇല്ലാതെ ഇവിടെ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ഒരു സ്കൂൾ തുടങ്ങിക്കൂടാന്ന് ചിന്തിച്ചു. A place where children could get best possible therapies at affordable rate. ഇപ്പോൾ പാരൻസിന്റെ ഈ ഒരു മൊമെന്റ് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് അതാണ് ശരിക്കും ഒരു വല്ലാത്തൊരു സ്റ്റേജ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അവര് എൻഡ് ഓഫ് ദ ലൈഫിന് അവർ തിങ്ക് ചെയ്യുന്നത് കുട്ടി സ്പെഷ്യലാണെങ്കിൽ. കാരണം അവർ പേടിക്കുന്നത് സൊസൈറ്റി. എൻ്റെ മൊത്തം ജേണിനെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഐ എം എൻ അച്ചീവർ. ലീഡേഴ്സ് ലോഞ്ചിൽ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥിയാണുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർവെൻഷൻ സെൻറ്ററിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിങ് ഡയറക്ടർ അല്ലേ, പ്രിയ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളെ ജേണി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. Thank you, Mr. Anis and the entire team of Leaders Launch for having me here. It's an honor and I'm humbled to be here. Thank you. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പ്രിയരഞ്ജിനി ബാലചന്ദ്രൻ, 2 ബോയ്സിൻ്റെ അമ്മയാണ്. 23 ഇയേഴ്സ് ഓൾഡ് ആൻഡ് 17 ഇയേഴ്സ് ഓൾഡ്. അവർ പഠിക്കുകയാണ്. ഹസ്ബൻഡ് മിസ്റ്റർ ബാലചന്ദ്രൻ ഒരു എഞ്ചിനീയറാണ്, ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു ബഹ്റൈനിൽ. ഞാനും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, വിത്ത് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർവെൻഷൻ സെൻറ്റർ ആൻഡ് വിർഗോ കോൺഫറൻസ് ആൻഡ് ഒക്കേഷൻസ്, അതിൻ്റെ രണ്ടിൻ്റെയും മാനേജിങ് ഡയറക്ടറാണ്. ഇൻ്റഗ്രേറ്റഡ് പറഞ്ഞു, പിന്നെ അതല്ലാതെ കൂടെ എന്താ പറഞ്ഞു? വിർഗോ കോൺഫറൻസ് ആൻഡ് ഒക്കേഷൻസ്, ഇറ്റ്സ് എൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇനിഷ്യലി ഞങ്ങൾ സ്പെഷ്യൽ നീഡ്സിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ നടത്തുമായിരുന്നു, അതിൽ പല പല കോമ്പറ്റീഷൻസ് ഒക്കെ. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർവെൻഷൻ സെൻറ്ററിലാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർവെൻഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 2017ലാണ്. അത് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് അതന്നെയാണ് എനിക്ക് അറിയാനുള്ളത്. എങ്ങനെ ഇത് ആക്ച്വലി ഇതിനൊരു ബിസിനസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉണ്ട്, പല നമ്മൾ പ്രോപ്പർലി ഓഡിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ബിസിനസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തുടങ്ങാൻ തന്നെ ഒരു കാര്യമുണ്ട്, ഒരു നീഡുണ്ട്. അതാണ് ഞാനിവിടെ 2002 ബഹ്റിനിൽ എത്തി. ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഞാൻ ബഹ്റിനിൽ എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പം തന്നെ ഞാനൊരു ബാങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു. ലൈഫ് ഭയങ്കര സ്മൂത്തായിരുന്നു. ഒരു കുട്ടി ഉണ്ടായി. അങ്ങനെ ലൈഫിൽ അങ്ങനെ വലിയ പ്രത്യേകിച്ച് സ്ട്രഗിൾസോ ഒന്നുമില്ല. എല്ലാവരുടെയും ലൈഫ് പോലെ വളരെ നോർമലായിട്ടുള്ളൊരു ലൈഫ്. പക്ഷേ എൻ്റെ കുട്ടിക്ക് 2.5 ഇയേഴ്സ് ആയപ്പം നഴ്സറി, പ്രീ സ്കൂൾ, ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് നേരത്തെ തന്നെ മകനെ ഞാൻ സ്കൂളിൽ വിട്ടിരുന്നു, പ്രീ സ്കൂളിൽ വിട്ടിരുന്നു. അപ്പം ഒരു 2.5 ഇയേഴ്സ് ഒക്കെ ആയിരുന്നു. അപ്പം അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞു കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ട്, സ്പീച്ച് കുറച്ചുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ട്, ഒരു ഡോക്ടറെ കാണിക്കൂ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറാപ്പീസിൻ്റെ ആവശ്യം വരുമെന്ന്. അങ്ങനെ പക്ഷെ അതൊരു നമ്മളെപ്പോലുള്ളൊരു നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് അതൊട്ടും അക്സെപ്റ്റബിൾ അല്ല. ബിക്കോസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിൽ കുട്ടികളെ, സിസ്റ്റേഴ്സിൻ്റെ മക്കളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവരെ പോലെ തന്നെ ഇവനും എന്തൊക്കെയോ വാക്കുകളൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഒരു നിഗ്ലക്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. എൻ്റെ കുട്ടി സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തെന്നാ ഇവർ ഈ പറയുന്നതെന്ന്. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല, അവർ പറഞ്ഞല്ലേ, നമുക്ക് ഡോക്ടറെ കാണാം. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്പീച്ച് ഇഷ്യൂസ് ഉണ്ട്, സോ യു സ്റ്റാർട്ട് സ്പീച്ച് തെറാപ്പി. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ട് കുറച്ച് ടെസ്റ്റൊക്കെ നടത്തി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ബഹ്റൈനിൽ. അതോടൊപ്പം തന്നെ സ്കൂളിലും വിട്ടു. സ്കൂളെന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സ്കൂൾ, ആ സമയത്തുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് സ്കൂളിൽ തന്നെയാണ് വിട്ടത്. 2-3 ആയപ്പോൾ തന്നെ വിട്ടു. 2.5, 3 ആ ഒരു ആക്സെപ്റ്റിംഗ് സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം തന്നെ സ്കൂളും തുടങ്ങി. പിന്നെ വീട്ടിൽ തെറാപ്പി എടുക്കുന്നുണ്ടായിരുന്നു.
അപ്പം ആ സമയത്ത് ഞാൻ കുറേ ഇതിനെപ്പറ്റി പഠിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ പല പേരൻസുമായിട്ടും ഇൻട്രാക്ട് ചെയ്തു. ഈ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന പേരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. പിന്നെ തെറാപ്പിസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ബഹ്റൈനിൽ കുറേ കുട്ടികൾ സ്കൂളോ ഇങ്ങനെ ട്രെയിനിങ്ങോ ഇല്ലാതെ ഇവിടെ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന സമയം ദാറ്റ് വാസ് ഇൻ 2007-6 അങ്ങനെ ഇപ്പോഴും അങ്ങനത്തെ കുട്ടികൾ ഉണ്ടോ? ഉണ്ട്, കുറേ ഇരിക്കുന്നുണ്ട്. അതിന് കാരണം അന്ന് ഇപ്പം തെറാപ്പി സെൻറ്റേഴ്സ് കുറേ ഉണ്ട് അതെ. ബഹ്റൈനിൽ. പക്ഷെ അന്നത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റേഴ്സ് ഓൺലി 3 or 4 സെൻറ്റേഴ്സ് ഇൻ ബഹ്റൈൻ ഇംഗ്ലീഷ് ഉള്ള സെൻറ്റേഴ്സ്. അറബിക് ഓക്കെ. സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ നമ്മൾ എക്സ്പാറ്റ്സും നാഷണാലിറ്റീസും ഒക്കെ കൂടുതലും ഇംഗ്ലീഷ് സെൻറ്റേഴ്സ് ആണല്ലോ അതെ ഫോക്കസ് അതെ. ചെയ്യുന്നത്. ബിക്കോസ് ചിലത് ഒരെണ്ണം ഭയങ്കര എക്സ്പെൻസീവാണ്. ദാറ്റ് വി കനോട്ട് അഫോർഡ്. നോർമൽ പീപ്പിളിനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരുവിധം നല്ല സാലറി ഉള്ളവർക്ക് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് അത്ര ഓർഗനൈസ്ഡ് ഒന്നും അല്ലാത്തൊരു പിന്നെ ഒരെണ്ണം നല്ലൊരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂള് വളരെ നല്ലതാണെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റ് ഭയങ്കരമാണ്. 200 പീപ്പിൾ ഓൺ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ഓ, അപ്പൊ ആ ഒരു അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് 200 ആൾക്കാര്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇതായി തോന്നിയപ്പോൾ ഞാനും കുറച്ച് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ വേറെ ബാക്ക്ഗ്രൗണ്ടോ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഒരു സ്കൂൾ തുടങ്ങിക്കൂടാന്ന് ചിന്തിച്ചു. എ പ്ലേസ് വെയർ ചിൽഡ്രൻ കുഡ് ഗെറ്റ് ബെസ്റ്റ് പോസിബിൾ തെറാപ്പീസ് അറ്റ് അഫോർഡബിൾ റേറ്റ്. അത് ഇങ്ങനെ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ പറയുമെങ്കിലും ആരും അത് ഞാൻ തുടങ്ങുമെന്നൊന്നും വിചാരിച്ചില്ല. എൻ്റെ മകൻ്റെ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു സ്കൂൾ തുടങ്ങിയാലോ, ജിഷ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. ജിഷ എന്നാണ്, ആളുടെ പേര് മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് അവൾ എൻ്റെ പാർട്ട്ണറും കൂടിയാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ സീരിയസ് പെട്ടെന്ന് തന്നെ എടുക്കുക, നമുക്ക് തുടങ്ങാം എന്നുള്ള. അപ്പം ഈ ബിസിനസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അറിയില്ലാത്ത ഒരാള് പിന്നെ തുടങ്ങിയപ്പം ഒരു സോഷ്യൽ കോസ് നിങ്ങളെ ഒരു മുന്നിലേക്ക് നീഡ് വന്നു. ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. അതും ഞാൻ വേറൊന്നും ചിന്തിച്ചുമില്ല. കാരണം ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിനുള്ള പ്രോബ്ലംസോ ഒന്നും ചിന്തിക്കാതെ വെറുതെ എനിക്കറിയാവുന്ന കുറച്ച് പേരൻസിനെയൊക്കെ കൂട്ടി നിങ്ങൾ ഇവിടെ വാ, ഞങ്ങൾ തെറാപ്പി തരും, കുറച്ച് സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് അങ്ങ് തുടങ്ങി. എന്നിട്ട് അല്ല, നമ്മളെ മുന്നിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളേതായ ശ്രമങ്ങൾ അങ്ങനത്തെ തുടങ്ങി. തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഒട്ടും നോളജ് ഇല്ലാത്ത ആൾക്കാരും നല്ല നോളജ് ഉള്ളവർക്കും പേടിയില്ലാന്ന്. അതിലെ ഫസ്റ്റ് ആളാണ് ഞാൻ. അപ്പൊ എനിക്കൊട്ടും നോളജ് ഇല്ല ബിസിനസ്സിനെ പറ്റി. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ വിൽ സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പഠിക്കുകയായിരുന്നു അവിടെ പഠിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജിലും കുറേ സ്ട്രഗിൾസ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ എന്തിനു തുടങ്ങിയെന്ന് തന്നെ എനിക്ക് ആലോചന വരും. ബിക്കോസ് ആ സമയത്ത് ഫേസ് ചെയ്ത സ്ട്രഗിൾസും ചാലഞ്ചസും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സ്ട്രഗിൾസ് അന്നേരം ഓക്കെ നെക്സ്റ്റ് ഡേ എന്ന് വെച്ചിട്ട്. പിന്നെ സിയാസ് നിങ്ങൾ ഈ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒറ്റക്കായിരുന്നുണ്ട്? ഞാൻ ജിഷനെ കൂട്ടി. പക്ഷേ അന്നേരമൊക്കെ സേവ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ ശ്രീലേഖ, അവള് ഇതിൻ്റെ പാർട്ട്ണർ ഒന്നും അല്ലെങ്കിലും ഷീ ഈസ് ഓൾസോ ഫൈനാൻഷ്യലി. ഞങ്ങൾ ഫൈനാൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഫീസ് എന്തായാലും നമ്മൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് എക്സ്പാറ്റ്സിന് ബഹ്റൈൻ ഗവൺമെൻറ് ഈ ലൈസൻസ് കൊടുക്കില്ല. ഈ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു ലൈസൻസ് കൊടുക്കും, ഉള്ളി നാഷണാലിറ്റീസിന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറേ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, വിർഗോ കോൺഫറൻസ് തുടങ്ങി, ഇവൻറ്റ്സ് നടത്തി, അതിൻ്റെ അകത്ത് കുട്ടികളെയും പേരൻസിനെയും വിളിക്കുക. പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പേടിയും. ഈ ഇവന്റ് മാനേജ്മെന്റ് ആ സ്ഥാപനം അതേ സമയത്ത് തന്നെ തുടങ്ങിയ കാരണം ആദ്യം തുടങ്ങിയത് അതാണ്. തുടങ്ങാൻ കാരണം ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാ ദിവസവും ഒന്നും ആദ്യം ക്ലാസ് ഒന്നും അങ്ങനെ നടത്തിയില്ല. കാരണം കുട്ടികളെ വിളിക്കുക. ബിക്കോസ് ഈ കുട്ടികള് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പേരൻസിന്റെ ഒരു ഫീലിങ്സ് ആണ്. പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡയഗ്നോസിസ് നടത്തുമ്പം അവർ ടോട്ടലി ഡെവാസ്റ്റേറ്റഡ് ആവും. കാരണം അവരുടെ ഫീലിങ്സ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്ക്രീനിങ് തന്നെ ഇപ്പം നമുക്കൊരു കുട്ടി ഉണ്ടാവും 2 വയസ്സ് 3 വയസ്സ്, ഏത് മൊമെന്റിലാണ് ഒരാൾക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഒരു ഇപ്പം ഈ ഒരു സ്റ്റേജിനെ നിങ്ങൾ എന്താണ് പറയുന്നത്? കുട്ടികളെ
സി ഫസ്റ്റ് നമുക്കിത് ഓട്ടിസം ആണെങ്കിൽ അതെ. നമുക്ക് ഫസ്റ്റ് മനസ്സിലാകുകയില്ല ആദ്യത്തെ, അല്ലെങ്കിൽ ഇച്ചിരെങ്കിലും ഒക്കെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, ഓ ഇതിവന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വേറെ നോർമൽ കുട്ടികൾ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഓട്ടിസം കുട്ടികളെ നമ്മളിപ്പം നിങ്ങളവിടെ ഞങ്ങളുടെ സെൻറ്ററിൽ വന്ന് നോക്കി എത്ര നല്ല ഭംഗിയുള്ള കുട്ടികളാണെന്നറിയാം. അവർ ചിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുന്നതും ഇൻ്റലിജൻസ് വൈസും അവരെല്ലാം നല്ലതാണ്. നമ്മൾ ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് സ്പെഷ്യൽസ് ഉണ്ട്. സോ എന്താ പറയുക, ഓട്ടിസം കുട്ടികളെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒട്ടും അറിയാത്ത ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടോ അതർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഡോക്ടേഴ്സോ തെറാപ്പിസ്റ്റോ അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ കുറേ കുട്ടികളെ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ചോദിക്കും. അല്ലാത്ത ഒരു സാധാരണ ഒരു 23-year-old ലേഡിയുടെ കയ്യിൽ ഒരു കൊച്ചു വന്നു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഈ കുട്ടി എന്ത് സുന്ദരൻ, എന്ത് സംസാരിക്കുകയും ചെയ്യും, നല്ലോണം സംസാരിക്കും. പക്ഷെ നമ്മൾ പറയും അവൻ നോട്ടിയാണ്. അത് നമുക്ക് തോന്നുന്നത് ഒരു 1.8 ഒരു 1.5 വയസ്സാകുമ്പോൾ തൊട്ട് ചെറുതായിട്ട് ഫീച്ചേഴ്സ് വന്നു തുടങ്ങും. കാരണം വിളിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല. വിളിച്ചാൽ നമ്മൾ അവൻ്റെ പേര് വിളിക്കാന്ന് വെച്ചോ, ഇപ്പം സപ്പോസ് ഒരു കുട്ടിയുടെ പേര് അപ്പൂന്നോ അമ്മൂന്നോ ഒക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ചു, തിരിഞ്ഞു നോക്കില്ല. പക്ഷെ അവൻ ചുമ്മാതെ ഒരു സൗണ്ട്, ഒരു പാട്ട് അവന് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ ഒരു റൈംസ് ഇഷ്ടമുള്ളതോ ഓടി വരും. പിന്നെ അവൻ സംസാരിക്കുന്നത് ചിലപ്പോൾ മീനിങ് ഫുൾ ആയിരിക്കില്ല. ഈ നമ്മൾ പറഞ്ഞു കൊടുക്കും കുട്ടിയോട് ഇത് അമ്മ എന്ന് പറഞ്ഞ്, അപ്പം അമ്മ എന്ന് പറയും, അച്ഛന്ന് പറഞ്ഞ് അച്ഛന്ന് പറയും. അത് ജസ്റ്റ് പാരറ്റ് ഒക്കെ പറയുന്ന പോലെ പറയുന്നത്, അല്ലാതെ റിയൽ അമ്മേനെ പോയി അമ്മ അമ്മ എന്ന് വിളിക്കില്ല, അച്ഛനെ പോയി അച്ഛ അച്ഛ എന്ന് വിളിക്കില്ല. ഇപ്പോൾ ഒരു ആപ്പിൾ കണ്ട ആപ്പിൾ എന്ന് പറയും, പക്ഷെ ആപ്പിളിനെ ആയിരിക്കത്തില്ല ആപ്പിൾ എന്ന് പറയുന്നത്. ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട് ചിലർക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് നമ്മൾ കുട്ടികൾക്ക് ചെറുതായിട്ട് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത വലിയൊരു ഇതാണ്. പിന്നെ അവർ സ്പിൻ ചെയ്യും, ഓരോ സാധനങ്ങൾ ഇങ്ങനെ കറക്കും. അതേപോലെ വീൽസ്, കാറൊക്കെ നമ്മൾ ഇങ്ങനെ ഓടിക്കുന്നതിന് പകരം തിരിച്ചിട്ടിട്ട് അതിൻ്റെ വീൽസ് കറക്കും. പിന്നെ ലൈനിങ് അപ്പ് ടോയ്സ് ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞൊക്കെ നോക്കും. സോ ദേ ആർ ഡൂയിങ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു, പിന്നെ ബ്ലോക്സ് ഒക്കെ ഇങ്ങനെ അപ്പപ്പ് വെക്കും മേളില്. അതേസമയം ഒരു ABCD ഒക്കെ പറയും, 1 2 3 പറയും, 100 വരെ പറയും. നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ നോർമൽ മെയിൻ സ്ട്രീം കുട്ടികളെ കാട്ടി കൂടുതലായിട്ട് പെർഫോം ചെയ്യും വേറെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ പേരൻസിന് അതാ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അവർ പറയും, എൻ്റെ മോൻ അവൻ ഇന്നാളിൽ അവിടെ പോയ വഴി ഇങ്ങനെ എത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ചത്, നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ എന്നൊക്കെ. അവർ ഒരു സൂപ്പർ ഇന്റലിജന്റ് ആയിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ പേരൻസ് എന്ന് പറഞ്ഞവർ ശരിക്കും ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സ്റ്റേജ് ഡയഗ്നോസിസ് ടൈം. അപ്പൊ അവർക്ക് ഡയഗ്നോസിസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ പുറത്തുനിന്നാണ്? അത് ശരിക്കും സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ അവിടെ ചെയ്യുന്നുണ്ട്, സൈക്കോളജിസ്റ്റ്. പക്ഷെ ഒരു ശരിക്കും അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കാണിക്കുക. എന്നിട്ട് പീഡിയാട്രീഷ്യന് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ ആയിരിക്കണം, അവർക്കാണ് ഇത് കൂടുതലും അറിയാം. വെറും പീഡിയാട്രീഷ്യനെക്കാട്ടി ബെറ്റർ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ. അവർ കാണുമ്പോൾ അവർ കുട്ടിക്ക് ഡിലേ ഇൻ സ്പീച്ച് പല കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയും ഗോ ടു ഡയഗ്നോസിസിന് പോകൂ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഇത് ചെയ്യേണ്ടത്, ഡയഗ്നോസിസ്. അവർ ചെയ്യുമ്പോൾ അവർ അസസ്മെന്റ് ടൂൾസ് വെച്ചിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് അസസ് ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓട്ടിസം ആകാം, സ്പീച്ച് ഡിലേ ആകാം, ഡൗൺ സിൻഡ്രോം പിന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികളുടെ ഫേസിൻ കണ്ടിട്ട്. ലേണിംഗ് ഡിസബിലിറ്റി ആവാം, പല ഇഷ്യൂസ് ഉണ്ട്. ചിലർക്ക് റൈറ്റിംഗ് ഇഷ്യൂസ്, റീഡിങ് ഇഷ്യൂസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതുപോലെ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ, എല്ലാ ഏരിയാസിലും ഡെവലപ്മെന്റൽ ഡിലേ, ദാറ്റ് ഈസ് നോട്ട് ഓട്ടിസം. അവർക്ക് സ്പീച്ചിൽ കാണും, ഫൈൻ മോട്ടോർ ഗ്രോസ്, ഓട്ടിസം കുട്ടികൾക്കും ഉണ്ട് ഇത്. പക്ഷെ നമുക്കപ്പോൾ ഇങ്ങനെ പേരൻസ് ഇങ്ങനെ ലേബിൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓൺലി സൈക്കോളജിസ്റ്റ് ക്യാൻ ഡു ദ ലേബിളിങ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സൈക്കോളജിസ്റ്റാ പറയേണ്ടത് എന്തൊക്കെ തെറാപ്പീസ് ഈ കുട്ടി ചെയ്യണമെന്ന്. അപ്പോൾ പാരൻസിന്റെ ഈ ഒരു മൊമെന്റ് ബ്രേക്ക് ചെയ്യണം. അതാണ് ശരിക്കും ഒരു വല്ലാത്തൊരു സ്റ്റേജ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. അവര് ഈ ഡയഗ്നോസിസ് ചെയ്യുമ്പം അവരറിയുന്നില്ല കുട്ടിക്ക് പ്രോബ്ലം. ആ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി അങ്ങ്
ചില ആൾക്കാർ സൂയിസൈഡ് വരെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെന്നെ ഓ വിളിച്ച് ഇപ്പോഴൊക്കെ പറയാറുണ്ട്, മാഡം ഈ കുട്ടിയായിട്ട് ഞാൻ ഇനിയും ജീവിച്ചിരിക്കുന്നില്ല, എങ്ങനെയെങ്കിലും പോയി അങ്ങ് സൂയിസൈഡ് ചെയ്യാമെന്ന്. ഓ കാരണം അവർക്ക് വേണ്ട. അവരൊരു ഡിസപ്പോയിൻമെന്റ്. അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയാണ് ഇഷ്യൂ. ഓക്കെ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വേറെ എന്തൊരു അസുഖം ഉണ്ടെങ്കിലും സൊസൈറ്റി അതിനെ ഒരു അസുഖമായിട്ട്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് തിങ്ക് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അതെ അതെ. സൊസൈറ്റി ചിലപ്പോൾ ഞാനങ്ങനെ ചിന്തിക്കുന്നില്ലായിരുന്നായിരിക്കാം, ചിലപ്പോൾ അനീസ് ചിന്തിക്കുന്നില്ലായിരിക്കാം, ഇവിടെയുള്ള പലരും. പക്ഷെ ചില നമ്മുടെ ഉള്ളിലുള്ള തന്നെ ഒരു തോന്നലാണ്. ഇപ്പം സപ്പോസ് ഒരാൾക്ക് ഒരു സ്പെഷ്യൽ കുട്ടി ഉണ്ടായാൽ അവർക്ക് വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, ചിലപ്പോൾ അവർ നല്ലൊരു ജോബായിരിക്കും, റിച്ച് ആയിരിക്കാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതിനൊന്നിനും ഒരു വാല്യൂ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് അവർ തിങ്ക് ചെയ്യുന്നത് കുട്ടി സ്പെഷ്യൽ ആണെങ്കിൽ. കാരണം അവർ പേടിക്കുന്നത് സൊസൈറ്റി, എൻ്റെ ഫാമിലിനെ ഇനിയൊരു സ്പെഷ്യൽ കുട്ടിയുടെ അമ്മയാണ്, അവർ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ കംപ്ലീറ്റ് പോയി, ഇനി എനിക്ക് ലൈഫില്ല, ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കൊച്ചിലിത്, അതുകൊണ്ട് അവർ ഹൈഡ് ചെയ്യുക സൊസൈറ്റി പേടിച്ച്. സൊസൈറ്റി ഇനി അങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ പുറത്തുള്ളവരോടൊന്നും പറയില്ല, നെക്സ്റ്റ് നെയ്ബറിനോട് പോലും പറയാത്ത കേസസ് എനിക്കറിയാം. ഓ അത് പക്ഷെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. കാരണം ഈ കുട്ടിക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ കുട്ടിക്ക് സംസാരിച്ച് എന്താ പറയുക ഒരു കാര്യം നേടാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അവന് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവന് ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചാലും എന്നാൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പാരൻസിനുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നാമതുള്ള ഷോക്ക്, രണ്ടാമത് ഇത് എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു സംശയം. ഏത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. ഭേദമാക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് 100% ഇത് ക്യൂറബിൾ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് മനസ്സിലാക്കണം. ഇറ്റ്സ് ഡിസോർഡർ ആണ്, ഒരു ഡിസീസ് അല്ല. അതാണ്. ഡിസോർഡർ ആണെങ്കിൽ നമുക്കങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡിസീസ് ആണ്, ദർ ഇസ് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഡിസോർഡർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ബെറ്റർ വേർഷൻ ഓഫ് ദറ്റ് ചൈൽഡ്. ഇപ്പോൾ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ഓക്കെ, സ്പീച്ച് ഡിലേ ഉണ്ട്, അപ്പോൾ അവന് സ്പീച്ച് തെറാപ്പി കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ തെറാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ അവൻ ഭയങ്കര ഹൈപ്പ്, അപ്പോൾ അവൻ്റെ അത് ബെറ്റർ ആക്കാൻ നമുക്ക്. ചില കുട്ടികൾ നല്ല എക്സലൻ്റ് ആയിട്ട് സംസാരിക്കും കേട്ടോ, തെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ടും. ചില ഇപ്പം എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 20+ ചിൽഡ്രന് നോർമൽ സ്കൂളിങ് ചെയ്യുന്നവരുണ്ട് ഞങ്ങളുടെ അവിടെ ട്രെയിൻ ചെയ്തിട്ട്. പക്ഷെ അതിൽ കുറച്ചൊരു കുട്ടികൾ എത്ര നമ്മൾ തെറാപ്പി കൊടുച്ചതെന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നോക്കണം. ആ കുട്ടി വന്നപ്പം സെൻറ്ററിൽ വന്നപ്പോൾ എന്തായിരുന്നു, ഇപ്പോഴെന്താണ്. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും കുട്ടിക്ക്. പക്ഷെ അത് ഏത് രീതിയിലുള്ളതാണെന്ന് നമ്മളും കുറച്ച് അക്സെപ്റ്റ് ചെയ്യണം. അത് മെയിനായിട്ട് പേരൻസിൻ്റെ ആങ്സൈറ്റി നല്ലോണം മനസ്സിലായ ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റിസൾട്ട്സ് കുറച്ച് ബെറ്ററായിട്ട് പോകുന്നത്. കാരണം ഓൾമോസ്റ്റ് നോർമലായിട്ടൊക്കെ പോകുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ അത് പെയിൻ നമ്മൾ ആലോചിച്ചോണം. പേരൻസ് ഏത് വയസ്സിൽ ഈ കുട്ടിക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു, എന്തൊക്കെ ചെയ്തു. ഒരു 1.8 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. മീൻസ് 1.5 ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അവർ തെറാപ്പീസ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോന്ന്. കാരണം മിക്കവരും ഒരു 4-5 തെറാപ്പി സെഷൻ വന്നിട്ട് പിന്നെ കുട്ടിക്ക് പനി എന്ന് പറഞ്ഞാൽ വരില്ല, പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വരും. ബിക്കോസ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുള്ള ഇപ്പം ജോയിൻറ്റ് ഫാമിലിയോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ പറയും, ഇവന് കുഴപ്പമൊന്നുമില്ല, വെറുതെ എന്തിനാണ് വിടുന്നത്, നിങ്ങൾ പ്ലേ സ്കൂളിൽ വിട്ടോളൂ, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഓക്കെ ആവും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസിങ് ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആസ് എ പേരന്റ് നമ്മൾ എന്താ നോക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക്. ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും, നമ്മൾ അതിനെപ്പറ്റി പഠിക്കും, എന്താണ് ഇഷ്യൂ എന്ന്. ഇപ്പം ഈ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പി, ABA തെറാപ്പി എന്നൊക്കെ പറഞ്ഞത് ചെയ്താൽ ഒരു കുട്ടിയും സ്പെഷ്യൽ ആവില്ല, അത് 100% ഉറപ്പാണ്. അവരുടെ ഉള്ള ഒരു നോർമൽ മെയിൻ സ്ട്രീം സ്റ്റുഡൻറ്റിന് ഈ തെറാപ്പിയൊക്കെ ചെറുതിലേ കൊടുത്താൽ അവർ ബെറ്റർ ആവുകയേ ചെയ്യുള്ളൂ. അവരുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആവും, അവരുടെ മെമ്മറി കൂടും, അവരുടെ കൊഗ്നിറ്റീവ് സ്കിൽസ് കൂടും. അതുകൊണ്ട് അതവർ വറി ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എന്തൊക്കെ തെറാപ്പികളാണ് അവിടെ കൊടുക്കുന്നത്?
സ്പീച്ച് ഡിലേ എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളെ നമ്മൾ അസസ് ചെയ്യുമല്ലോ. ഓക്കെ. ഒരു സൈക്കോളജിസ്റ്റ് അസസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ഓൺലി സ്പീച്ച് ഡിലേ. ആ കുട്ടിക്ക് മോട്ടോർ ഡിലേ ഉണ്ട്, ഫൈൻ മോട്ടോർ ഡിലേ ഉണ്ട്, ഗ്രോസ് മോട്ടോർ ഡിലേ ഉണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ആ കുട്ടി. ഓക്കെ. പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും. ബിക്കോസ് ഈ 2.5 വയസ്സൊക്കെയാണ് കൂടുതലും, 3 വയസ്സിലൊക്കെയാണ് കുട്ടികൾ വരുന്നത്. ഒരു 2.5-3 വയസ്സുള്ള ഒരു നോർമൽ കുട്ടി എന്ന് പറഞ്ഞാൽ എന്തോരം സംസാരിക്കാൻ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും, നമുക്ക് അത് വേണം ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് അത് വേണം, ഇത് വേണം, ആ ടോയ്സ് വേണം, ഇതൊന്നും ചെയ്യാതെ തന്നെ കളിക്കുന്ന ഒരു കുട്ടിക്ക് എന്തോരം ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും ഉള്ളിൽ. അവനവൻ്റെ നീഡ്സ്, എസ്പെഷ്യലി ഇവൻ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും പറയാൻ പറ്റില്ല. അവനവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യും, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകേണ്ട കാര്യങ്ങളൊന്നും, ബേസിക് നീഡ്സ് പോലും പറയാൻ പറ്റാത്തൊരു കുട്ടി. അവൻ്റെ കൈകൾ, ഓട്ടിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മിക്കവർക്കും സെൻസറി ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്വന്തം കൈ വെച്ചിട്ടോ കാല് വെച്ചിട്ടോ ഉപയോഗിക്കാൻ പോലും അറിയില്ല. അവർ ഫുഡ്, ഇപ്പം നമ്മൾ കറി, ഇന്ത്യൻ ഏഷ്യൻസ് ഒക്കെ യൂഷ്വലി കഴിക്കുന്നത് ഒരു കറി പ്ലസ് റൈസ് ഒക്കെ ആയിരിക്കുമല്ലോ, അതൊന്നും തൊടൂല ഇവര്. അവർക്കത് തൊടുന്ന തന്നെ സെൻസറി ഇഷ്യൂസാണ്. ഇതൊക്കെ കൂടാണ് ഈ കുട്ടി ബിഹേവിയർ കാണിക്കുന്നത്. അവനോട് അത് കഴിക്കാൻ പറയുന്നു, അവൻ കഴിക്കില്ല. അപ്പം കുറച്ച് നേരമൊക്കെ അമ്മ ഉരുട്ടി കൊടുക്കും, അല്ലെങ്കിൽ അമ്മ അടിക്കും, അങ്ങനത്തെ പല പ്രോബ്ലം. അപ്പം അവൻ വലിച്ചെറിയും. ബിക്കോസ് ഹി ഡസൻറ്റ് നോ ഹൗ ടു റിയാക്ട്. അവൻ്റെ നീഡല്ല അമ്മ ചെയ്യുന്നത്. അമ്മ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഫുഡ് ഇങ്ങനെ, അതിൻ്റെ കൂടെ ഏറ്റവും മുമ്പ് പറയേണ്ട ഒരു കാര്യം തന്നെ സ്ക്രീൻ ടൈമാണ്. കംപ്ലീറ്റ്ലി ഒരു നോർമലായ കുട്ടിക്ക് പോലും വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വരും, ബിക്കോസ് ഓഫ് ദ സ്ക്രീൻ ടൈം. പേരൻസ് പറയുന്ന ഫുഡ് കഴിക്കാൻ നേരം മാത്രമേ ഞാൻ ടി വി വെക്കുന്നുള്ളൂ. അത് ഭയങ്കര ഡേഞ്ചറസാണ്. കാരണം സെൻസ് ഓർഗൻസിൽ കൂടാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. ഇപ്പം അനീസാട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരും ആട്ടെ, എല്ലാവരും അവരവരുടെ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്താണ് പഠിക്കുന്നത്. ഗേറ്റ് വേ ടു എഡ്യൂക്കേഷനാണ്. കാരണം കണ്ണിൽ കൂടെ കണ്ട് കേട്ട് നമ്മൾ പറഞ്ഞ് അങ്ങനെ പല കാര്യങ്ങളും, നമ്മുടെ ഇപ്പോൾ ഒരു ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാം ടച്ച്, എവറിത്തിങ് സെൻസ് ഓർഗൻസ് ആണ് നമ്മുടെ നോളജ് കിട്ടുന്നത് നമുക്ക്. ആ സെൻസ് ഓർഗൻസ്, ഇപ്പം ടി വി ഓൺ ചെയ്ത് ഒരു കുട്ടി ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുവാണെങ്കിൽ എന്താ പറ്റുക? ഫുഡ് വയറ്റിലോട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല, അതിൻ്റെ സ്മെല്ല് അറിയുന്നില്ല. വെറുതെ ഇങ്ങനെ അമ്മ വായിലോട്ടിടും, അതിങ്ങനെ ഇടും, എന്താ കഴിച്ചത് പോലും കുട്ടിക്ക് അറിയില്ല. സെൻസറി മിക്സിങ് അവിടെ ഹാപ്പനിങ് ചെയ്യുന്നു. കുട്ടി ആകെ കാണുന്നത് ആ ടി വിയിലെ പ്രോഗ്രാം, അതിൻ്റെ വോയിസ്, അത് കാണുന്നു, കേൾക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഹീസ് ഈറ്റിംഗ്, അതർ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, കഴിക്കുന്നു, സ്മെല്ല് അതിൻ്റെ അറിയുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ഒരു ഫുഡ് എടുത്തിട്ട് ടി വി വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അടുത്ത പാക്കറ്റ് എടുത്ത് കഴിക്കും, പിന്നെ അതിൻ്റെ അടുത്ത പാക്കറ്റ് എടുത്ത് കഴിക്കും. ബിക്കോസ് എനിക്കറിയില്ല ഞാൻ എത്ര കഴിക്കും, ഞാൻ ആ പ്രോഗ്രാമില്ല, എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനാണ്. അങ്ങനെയല്ലേ ഒബീസിറ്റി ഒക്കെ വരുന്നത് ഇപ്പം. അപ്പം ഈ പിന്നെ ജേണിയിൽ ഒരു ഫൗണ്ടർ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു സ്ഥാപനം എങ്ങനെ പോകുന്നു? ഇപ്പം ഈ സ്ഥാപനം ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡിൽ 70+ ചിൽഡ്രൻ ഉണ്ട്. ഇൻഡിവിജ്വൽ തെറാപ്പിക്ക് വരുന്നവരുണ്ട്, ഗ്രൂപ്പ് തെറാപ്പിക്ക് വരുന്നവരുണ്ട്. ഫ്രം ദ ഏജ് 1.5 തൊട്ട് ഒരു 26 ഇയേഴ്സ് ഏജുള്ള കുട്ടികൾ വരെ അവിടെ വരുന്നുണ്ട്. സോ ഇപ്പം ഞങ്ങൾക്ക് 22 സ്റ്റാഫ് ഉണ്ട്. ലൈക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ABA തെറാപ്പിസ്റ്റ് ആൻഡ് ഇൻ്റർനാഷണലി അക്ലെയിം തെറാപ്പീസ് ആൻഡ് തെറാപ്പിസ്റ്റ് എല്ലാം ഉണ്ട് അവിടെ. അതോടെ പിന്നെ നമ്മൾ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. ഞാനും ജിഷയും തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് കോവിഡ് ടൈമിന് ജസ്റ്റ് മുമ്പ് 2019 ഡിസംബറിൽ 2 പാർട്ട്നേഴ്സിനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് 2017 എക്സ്പാൻസിന് പ്രോപ്പർ ലൈസൻസ് വന്നത്. അത്ര കാലമൊക്കെ നമ്മളിങ്ങനെ ഇവൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയെങ്കിലും 2017 നമ്മൾ അതില്യയിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. അപ്പം നമുക്ക് ഫണ്ട് കുറവായിരുന്നു, ബിക്കോസ് ഓഫ് സ്പെഷ്യൽ നീഡ്സ് നോർമൽ സ്കൂളിങ്ങിൻ്റെ അത് കാരണം. എന്നിട്ട് 2019 2 മോർ തെറാപ്പിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തു. ഒന്ന് സൈക്കോളജിസ്റ്റാണ് മിസ് ദീപ്തി പ്രസാദ് ആൻഡ് വൺ സ്മിത. അവരുടെ പേരും ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്, ബിക്കോസ് ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. അവരുമാണ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റർവെൻഷൻ സെൻറ്റർ. അങ്ങനെ ഞങ്ങൾ പിന്നീട് ഉമലസത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുറച്ചുകൂടെ വലിയൊരു സ്പേസിൽ തെറാപ്പീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എത്ര വർഷം നമ്മൾ തുടങ്ങിയിട്ട്, സ്ഥാപനം തുടങ്ങിയിട്ട്?
ഇപ്പം 8 years ആയിട്ടുണ്ട്. 8 years. ആ മൊത്തം ജേണീനെ ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ ഒരു 13 years ആയിട്ടുണ്ട്. അല്ല ആ ഒരു ഫീലിംഗ് എന്താണ്? ഐ എം ആൻ അച്ചീവർ. എനിക്ക് തോന്നാറുണ്ട്, കാരണം മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും അങ്ങനെ ഇല്ല. എപ്പോഴും കുറച്ച് ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. കവലാനി ഗ്രൂപ്പ്, ദേവ്ജി, ഇവൻ രേണുക രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ലേഡി, അവരൊക്കെയാണ് ഞങ്ങൾക്ക് ഓരോ തെറാപ്പി റൂംസ് സെറ്റപ്പ് ചെയ്ത് തന്നെ. ഭഗവാൻ അസർകോട്ട, അങ്ങനെ കുറച്ച് പേര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദേവ്ജിയൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് രേണുക രവീന്ദ്രൻ നമ്പ്യാർ. അപ്പം അവരൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്തത്, നമുക്ക് ഓരോ റൂംസ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ഇറ്റ്സ് എക്സ്പെൻസീവ് ആണ് ശരിക്കും പറഞ്ഞാൽ തെറാപ്പീസ്. കാരണം തെറാപ്പിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് കിട്ടുന്ന സാലറി ഞങ്ങളും കൊടുക്കണം, അല്ലെങ്കിൽ അവർ പോകും. ബിക്കോസ് ദാറ്റ്സ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പം അതുകൊണ്ട് നമ്മൾ സാലറി കൊടുക്കട്ടപ്പോൾ ഫീസ് വാങ്ങിക്കണം. ഫീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ തെറാപ്പിയാണ് കൂടുതലും വേണ്ടത്. ഇൻഡിവിജ്വൽ ഇന്ത്യൻസ് ആണ് കുട്ടികൾ. കുറച്ച് പാകിസ്ഥാനീസ്. അഫോർഡബിൾ ആണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് സ്വന്തമായിട്ട് സെൻറ്റർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഫീസ് ഹൈ എന്ന്. കാരണം തെറാപ്പിസ്റ്റുകൾ എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഒരു US സർട്ടിഫൈഡ് BCBAയുടെ സാലറി എനിക്കിവിടെ പറയാൻ പറ്റില്ല, ഭയങ്കര വലിയൊരു സാലറിയാണ്. ഈവൻ ഈക്വലൻ ടു ഡോക്ടേഴ്സ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇൻ ഹൗസ് ആയിട്ട് വെക്കാൻ ഒരു ഏറ്റവും വലിയൊരു സ്പെഷ്യലിസ്റ്റിന്റെ സാലറിയാണ്. അപ്പൊ ഈ കൺസൾട്ടൻസ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സാലറി കൂടുതലാണ്, ബിഹേവിയർ തെറാപ്പിസ്റ്റ്, F1. അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ് കുറച്ചൊരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള. പിന്നെ അതുമല്ല, ഒരു 1-to-1 തെറാപ്പിയാണ് ഇവിടെ നടക്കുന്നത്. 1-to-1 ആണ് ഐഡിയൽ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ, ലൈക്ക് ഇൻഡിവിജ്വൽ തെറാപ്പി. നമ്മൾ കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത് സ്പെഷ്യലായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ള ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകള് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും. ലീഡേഴ്സ് ലോഞ്ചിൽ വന്നതിലും സംസാരിച്ചതിലൊക്കെ വളരെയധികം സന്തോഷം. താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ഞാനും ലീഡേഴ്സ് ലോഞ്ചിൽ ഗസ്റ്റായിട്ട് വിളിച്ചതിനും, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്ക് ഭയങ്കര ഇൻസ്പിറേഷണലാണ്. പിന്നെ അതുപോലെ എങ്ങനെ തുടങ്ങണം, ഇങ്ങനത്തെ ലീഡേഴ്സിൻ്റെ ഒക്കെ, ഇപ്പം ഞാനൊരു ലീഡറാണെന്നല്ല പറയുന്നത്, പല ലീഡേഴ്സിൻ്റെയും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം ബിസിനസ് തുടങ്ങണമെന്ന് പുതുതായിട്ട് ആഗ്രഹിക്കുന്ന പലർക്കും ഇതൊരു പ്രചോദനമാണ്. ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. താങ്ക് യു സോ മച്ച്.